ഇത്തിരിക്കുഞ്ഞൻ കവിതകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. ബാലസാഹിത്യ മേഖലയിലെ ഇദ്ദേഹത്തിന്റെ സംഭാവനകൾ എടുത്തു പറയേണ്ടവയാണ്. കുഞ്ഞുണ്ണി മാഷിന്റെ 97ാം ജന്മദിനമാണ് ഇന്ന്. ഞാനൊരു പാട്ടു പഠിച്ചിട്ടുണ്ട്, കൈതപ്പൊത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം തന്നാൽ ഇപ്പം പാടാം, ചക്കര തന്നാൽ പിന്നെയും പാടാം. കുഞ്ഞുണ്ണി മാഷിന്റെ കവിത പാടാതെ ഒരു മലയാളി ബാല്യവും കടന്നുപോയിട്ടുണ്ടാവില്ല. കുട്ടികൾക്ക് ഇമ്പത്തിൽ ചൊല്ലാനാകുന്ന കവിതകൾ മുതിർന്നവർക്കും അത്ഭുതമായിരുന്നു. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കുട്ടിക്കവിതകളെ നെഞ്ചേറ്റാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഹ്രസ്വവും ചടുലവുമായ കവിതകളിലൂടെ ശ്രദ്ധേയനായ കുഞ്ഞുണ്ണി മാഷ് വ്യത്യസ്ത ശൈലി അവതരിപ്പിക്കുന്നതിൽ വിജയിക്കുക തന്നെ ചെയ്തു. ചെറുതും കാര്യമാത്ര പ്രസക്തവുമായിരുന്നു അദ്ദേഹത്തിന്റെ രചനാരീതി. തനിമയാർന്ന ശൈലിയിലൂടെ തനിക്ക് പറയാനുള്ളതെല്ലാം നന്നായി പറയുകയായിരുന്നു കുഞ്ഞുണ്ണി മാഷ് ചെയ്തത്. ഈരടികൾ മുതൽ 4 വരികൾ വരെയുള്ളവയാണ് കുഞ്ഞുണ്ണി കവിതകളിൽ ഏറെയും. ചിറകില്ലാതെ പറക്കും പക്ഷിക്ക് ഒരു ചിറകാകാശം, മറുചിറ ഏതെന്നറിയില്ല, അറിയും വരെ ഈ കവിതയപൂർണം. ഞായപ്പള്ളി ഇല്ലത്തെ നീലകണ്ഠൻ മൂസതിന്റെയും അതിയാരത്ത് നാരായണി അമ്മയുടെയും മകനായി 1927 മെയ് 10 ജനനം. ചേളാരി ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു. അധ്യാപന രംഗത്ത് നിന്ന് വിരമിച്ച ശേഷം തൃശൂരിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായി. കുട്ടികളുമായി സല്ലപിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന കുഞ്ഞുണ്ണി മാഷ് അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു നല്ല അപ്പൂപ്പനായി. അതുകൊണ്ട് തന്നെ ബാലസാഹിത്യകാരനായാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അക്ഷരത്തിന് എന്ത് വേണം? ശുദ്ധി വേണം, സ്ഫുടത വേണം, വേണ്ടേ? അതിനൊക്കെ പറ്റിയ ചെറിയ കവിതകൾ കേൾക്കണം. ഉരിപ്പാല്, ഉരിപ്പാല്. ഭാഷാശുദ്ധി നിർബന്ധമായിരുന്നു കുഞ്ഞുണ്ണി മാഷിന്. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്നാണ് അദ്ദേഹം സ്വന്തം പൊക്കമില്ലായ്മയെക്കുറിച്ച് പറഞ്ഞത്. ലളിതമായ ഭാഷയിൽ വലിയ കാര്യങ്ങൾ പറഞ്ഞ കുഞ്ഞുണ്ണി കവിതകൾ മലയാളമുള്ളിടത്തോളം നിലനിൽക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, അമൃത TV.